ഒരപ്പനും മകനും മാത്രമായി നടന്നു നീങ്ങിയ വളരെ ഹൃദയഭേദകമായ ഒരു സംഭവ കഥ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അത് മറ്റാരുടെയുമല്ല, അബ്രഹാമും തൻ്റെ ഏകജാതനായ ഇസഹാക്കും മാത്രമായി നടക്കുന്ന കാഴ്ചയാണ്. അന്ന് ഇസഹാക്കിന് 17-നും 35-നും ഇടയ്ക്ക് പ്രായമുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ 3 ദിവസത്തെ വഴിദൂരം നടന്ന് ദൈവം കൽപ്പിച്ച ഇടത്ത് അവർ എത്തിയതിനു ശേഷം അവരോടൊപ്പം യാത്ര ചെയ്തു വന്ന ബാല്യക്കാരെയും കഴുതകളെയും ഒഴിവാക്കി അബ്രഹാം ഇസഹാക്കുമായി മാത്രം തുടർന്ന് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും അബ്രഹാം എടുത്തു. എന്നിട്ട് ഇരുവരും ഒന്നിച്ച് നടന്നു. ഇസഹാക്കിൻ്റെ ചുമലിൽ അബ്രഹാം വെച്ച വിറക് കെട്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ചെറുപ്പക്കാരനായ തൻ്റെ മകന് എത്രത്തോളം ഭാരമെടുക്കാൻ കഴിയുമെന്ന് അപ്പനായ അബ്രഹാമിന് നന്നായി അറിയാമായിരുന്നു. അബ്രഹാം വിറക് കെട്ട് ആദ്യം എടുത്തു. എത്രത്തോളം ഭാരം അതിനുണ്ടെന്നും അത് തൻ്റെ മകന് എടുക്കാൻ ശേഷിയുണ്ടെന്നും മനസ്സിലാക്കിയ അനന്തരമാണ് ഇസഹാക്കിൻ്റെ ചുമലിൽ ആ ഭാരം എടുത്തു വയ്ക്കുന്നത്. നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായ ഒരു ഭാരവും നമ്മുടെ സ്വർഗീയ അപ്പൻ നമ്മുടെ ആരുടെയും ചുമലിൽ ഇന്നേ വരെ വെച്ചിട്ടില്ല. ഇന്ന് നാം ജീവിതത്തിൽ വഹിക്കുന്ന ഭാരം നമ്മുടെ അപ്പൻ അറിഞ്ഞ് നൽകിയിരിക്കുന്നവയാണ്. ഈ ഭാരവും ചുമന്ന് നാം ആരും വേച്ച് നടക്കുകയോ കാലിടറി വീഴുകയോ ചെയ്യുകയില്ലെന്ന് നമ്മുടെ അപ്പന് നന്നായി അറിയാം. തിരുവചനം പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇനി തുടർന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ മേൽ ഭാരം വെച്ചിട്ട് ഒരിടത്ത് മാറിയിരിക്കുകയല്ല ചെയ്യുന്നത്, പകരം നമ്മോടൊപ്പം അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ഈ ഒരുമിച്ചുള്ള യാത്രയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കായി അപ്പാ എന്നൊരു വിളി മതിയാകും. ഈ ജീവിതയാത്രയിൽ ആശങ്കകളും ഉത്കണ്ഠകളും നമുക്കുണ്ടാകാം. എന്നാൽ അതിനെല്ലാറ്റിനുമുള്ള പോംവഴിയായി മകനെ ദൈവം കരുതിക്കൊള്ളും എന്ന ഒരു മറുപടി നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് നാം ചുമക്കുന്ന വിറക് കെട്ട് പൂർണ്ണമായും കത്തിക്കുവാൻ കൊണ്ടുപോവുകയാണെന്നുള്ള കാര്യവും നാം അറിയാതെ പോകരുത്. എന്നുവെച്ചാൽ ഇന്ന് നാം ചുമക്കുന്ന ഭാരം അധികം സമയം കഴിയുന്നതിന് മുന്നമേ അത് നിലത്ത് കിടക്കുന്ന ചാരമായി മാറും. ഇനി മോറിയ മലയിൽ നിന്നും അപ്പനോടൊപ്പം മടങ്ങി വരുന്ന ഇസഹാക്കിനെ ശ്രദ്ധിക്കുക. തൻ്റെ ചുമലിൽ ഇപ്പോൾ വിറക് കെട്ടില്ല. സന്തോഷിച്ചും ദൈവത്തിന് നന്ദി കരേറ്റിയും കൊണ്ട് അപ്പനോടൊപ്പം ഭാരം ഒഴിഞ്ഞവനായി നടന്നു നീങ്ങുന്ന ഇസഹാക്ക്. നാം ചുമക്കുവാനായി ദൈവം നമ്മുടെ ചുമലിൽ വെച്ചിട്ടുള്ള ഭാരവുമായി പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ നമ്മുടെ സ്വർഗീയ അപ്പച്ചനോടൊപ്പം നമുക്ക് നടന്നു നീങ്ങാം. ഇന്നത്തെ നമ്മുടെ ഭാരം നാളത്തെ ചാരമായി മാറും എന്ന് വിശ്വസിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.